ഒരാഴ്ച ഗൂഗിൾ നിന്ന് പോയാൽ ലോകത്ത് എന്തൊക്കെ സംഭവിക്കും? 2013 ഓഗസ്റ്റിൽ ഗൂഗിളും അതിൻ്റെ എല്ലാ സേവനങ്ങളും 2-3 മിനിറ്റ് നേരത്തേക്ക് പ്രവർത്തനരഹിതമായി. അന്ന് ലോകം മുഴുവനുമുള്ള ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 40% കുറഞ്ഞു. 2009 മെയ് മാസത്തിലും സമാനമായൊരു സംഭവമുണ്ടായി. വെറും 2 മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് അത് സംഭവിച്ചത്. എന്നാൽ ലോകം മുഴുവൻ ഇന്റർനെറ്റ് സ്തംഭിച്ച നിമിഷങ്ങളായിരുന്നു അത്. അപ്പോൾ ഗൂഗിൾ ഒരാഴ്ചത്തേക്ക് നിന്ന് പോയാൽ എന്ത് സംഭവിക്കും എന്നത് കൂടുതൽ ഗൗരവമേറിയ വിഷയമാണ്. ഗൂഗിളിന് ധാരാളം സേവനങ്ങൾ ഉള്ളതുകൊണ്ടും നമ്മുടെ പല അക്കൗണ്ടുകളും ഗൂഗിളുമായി കണക്ട് ചെയ്തിരിക്കുന്നതിനാലും ഗൂഗിൾ പണിമുടക്കിയാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നത് നമുക്കൊന്ന് നോക്കാം. ഗൂഗിളിന് ഈ ആഴ്ച വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കും. ഗൂഗിൾ ഓഹരികൾ ഇടിയും. എത്ര വലിയ നഷ്ടമാണല്ലേ. പക്ഷേ ഗൂഗിൾ അപ്പോൾ പേടിക്കുന്നത് ഈ ഭീമൻ തുക നഷ്ടപ്പെടുമല്ലോ എന്നതായിരിക്കും. പകരം ഈ അവസരം മുതലെടുത്ത് ഉയർന്നു വരാൻ ശ്രമിക്കുന്ന തങ്ങളുടെ എതിരാളികളായിരിക്കും. കാരണം ഒരു പുതിയ സേവനം വന്നാൽ ഈ ഒരാഴ്ച കൊണ്ട് ആളുകൾ ആ സേവനത്തെ ആശ്രയിക്കും. DuckDuckGo, പിങ്ക് എന്നിവയൊക്കെ ഈ അവസരങ്ങൾ മുതലെടുക്കും. ഇതുവരെ ഗൂഗിൾ മാത്രം അറിയാവുന്ന ആളുകൾ പുതിയ സെർച്ച് എങ്ങനെ അന്വേഷിച്ചു പോകുകയും ഒരാഴ്ച കൊണ്ട് അതുമായി പൊരുത്തപ്പെടുകയും ചെയ്യും. ഇത് ഗൂഗിൾ തിരിച്ചു വന്നാലും അത് ഒരു വലിയ ഭാഗം അപ്പോഴും മറ്റ് സെർച്ച് ഏജൻസികൾ ആശ്രയിക്കുന്നത് കാരണമാകും. ഇത് ഗൂഗിൾ തിരിച്ചു വന്നാലും ഒരു വലിയ വിഭാഗം അപ്പോഴും മറ്റ് സെർച്ച് ഏജൻസികൾ ആശ്രയിക്കുന്നതിന് കാരണമാകും. മൊത്തത്തിൽ ഗൂഗിളിലും അതിൻ്റെ സേവനങ്ങളിലുമുള്ള ആളുകളുടെ വിശ്വാസം കുറയും. ഗൂഗിൾ അതിൻ്റെ വിശ്വാസ്യത തിരികെ പിടിക്കാൻ ധാരാളം സമയവും പണവും പരിശ്രമവും ചെലവഴിക്കേണ്ടതുണ്ട്. ഇത് വെറും 7 ദിവസത്തെ തകരാറാണെങ്കിലും പോലും മുന്നറിയിപ്പില്ലാതെ ഇത് വീണ്ടും സംഭവിക്കുമെന്ന് ആളുകളെ ഭയപ്പെടുത്തും. ഗൂഗിൾ ഓഫ്ലൈൻ ആയാൽ ആദ്യം ഉണരുന്നത് ട്വിറ്റർ ആയിരിക്കും. കൂടാതെ ഗൂഗിൾ ഡൗൺ എന്ന ഹാഷ്ടാഗ് ട്വിറ്റർ ട്രെൻഡിങ്ങിൽ വരും. ഗൂഗിൾ ഓഫ്ലൈൻ ആയതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കൊണ്ട് ട്വിറ്റർ നിറയും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഗൂഗിൾ ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്തിരിക്കുന്ന ട്വിറ്റർ, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെ പല അക്കൗണ്ടുകളെല്ലാം ഈ ഒരാഴ്ച സമയത്തേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാതെ വരും. ഇനി യൂട്യൂബിൻ്റെ കാര്യമെടുത്താൽ ഒരാഴ്ചത്തേക്ക് ഒരു വീഡിയോയും പ്ലേ ചെയ്യാനോ യൂട്യൂബർമാർക്ക് അവരുടെ അക്കൗണ്ടുകളിൽ ലോഗിൻ ചെയ്യാനോ പറ്റാതെ വിഷമിക്കും. ഇത് ഇന്റർനെറ്റ് ട്രാഫിക്കിൻ്റെ നല്ലൊരു ശതമാനം കുറയ്ക്കും. കൂടാതെ യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്ന യൂട്യൂബർമാർക്ക് അവരുടെ ഒരാഴ്ചത്തെ വരുമാനം കുറയും. യൂട്യൂബ് പണിമുടക്കിയാൽ ആദ്യം ഉണരുന്നത് ഫേസ്ബുക്ക് ആയിരിക്കും. വിനോദത്തിനും മറ്റുമായി യൂട്യൂബിനെ ആശ്രയിച്ചിരുന്ന പലരും ഫേസ്ബുക്കിലേക്ക് തിരിയും. ഇത് ഫേസ്ബുക്കിൻ്റെ വരുമാനം ഇരട്ടിയാക്കും. യൂട്യൂബിൻ്റെ പ്രതാപം മങ്ങി നിൽക്കുന്ന ഡെയിലി മോഷൻ പോലുള്ള വീഡിയോ സ്ട്രീമിംഗ് വെബ്സൈറ്റുകളിലേക്ക് ട്രാഫിക് കുതിക്കും. കൂടാതെ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം പോലുള്ള മറ്റ് സ്ട്രീമിംഗ് സേവനങ്ങളുടെ വിൽപ്പനയിൽ വൻ വർധനവുണ്ടാകും. ഗൂഗിളിൻ്റെ ധാരാളം സേവനങ്ങൾ അതിൻ്റെ സെർവറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഗൂഗിൾ ഡോക്സ്, ഷീറ്റുകൾ, ഫോട്ടോകൾ, ഡ്രൈവ് എന്നിവ പണിമുടക്കുകയും ചെയ്യും. കൂടാതെ ഓൺലൈൻ ക്ലാസുകൾക്കും മീറ്റിംഗുകൾക്കും ഗൂഗിൾ സേവനങ്ങളെ അതിയായി ആശ്രയിക്കുന്ന ചെറിയ ചെറിയ ബിസിനസ് സംരംഭങ്ങൾ ഗൂഗിൾ ഇല്ലെങ്കിൽ ഒരാഴ്ച പൂർണ്ണമായും അടച്ചുപൂട്ടാനിടയാകും. ഗൂഗിളിൻ്റെ സേവനങ്ങൾക്ക് പകരമായി ആളുകൾ മറ്റു കമ്പനികളെ ആശ്രയിക്കുകയും ഉദാഹരണത്തിന് യാഹൂ, പിങ്ക് പോലുള്ള ചെറിയ കമ്പനികൾക്ക് ഗൂഗിളിനെ പോലെ ശതകോടി കണക്കിന് ഉപഭോക്താക്കളുടെ ഡാറ്റ കൈകാര്യം ചെയ്യാനുള്ള സെർവർ ശേഷി ഉണ്ടാകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അതും പ്രവർത്തനരഹിതമാവുകയും ഇത് വലിയ ഇന്റർനെറ്റ് ക്രഷിലേക്ക് നയിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗൂഗിൾ ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് ലോകം തന്നെ നിശ്ചലമായേക്കാം. ഗൂഗിൾ ഒരാഴ്ചത്തേക്ക് ഇല്ലാതാകുന്നത് നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. ഗൂഗിൾ ക്രാഷ് ചെയ്യുകയോ ഹാക്ക് ചെയ്യപ്പെടുകയോ ചെയ്താൽ അവ ബാക്കപ്പ് ചെയ്ത് വേഗത്തിൽ പ്രവർത്തിക്കും. കാരണം ഗൂഗിളിൻ്റെ ബാക്കപ്പുകളും സുരക്ഷയും വളരെ ശക്തമാണ്. ഹാക്കിംഗ് തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഒരു ടീം ഗൂഗിളിനുണ്ട്. അതുകൂടാതെ ചൂഷണം ചെയ്യാവുന്ന ബഗുകളും പഴുതുകളും മുൻകൂട്ടി കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്ന ബഗ് ബൗണ്ടി വേട്ടക്കാരുടെ ഒരു ടീം തന്നെയുണ്ട് ഗൂഗിളിന്.
ടാഗ് വേട്ടക്കാരിൽ പലരും മുൻ ഹാക്കർമാരാണ്. സുരക്ഷയ്ക്കും വേഗതയ്ക്കും ഗൂഗിൾ വളരെ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് ഗൂഗിൾ ഇന്നും ഇന്റർനെറ്റ് ലോകത്തെ ഭീമനായി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ വിലപ്പെട്ട പല സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് സൗജന്യമായി നൽകുന്ന ഗൂഗിളിന്റെ പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനമർഹിക്കുകയാണ്. ഇതുപോലുള്ള രസകരമായ അറിവുകൾക്കായി ഷീ ടോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.